വിവാദമായ ഭൂമി ഏറ്റെടുക്കൽ ബില്ലിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. വീണ്ടും ഓർഡിനൻസ് ഇറക്കില്ലെന്ന് പ്രധാനമന്ത്രി അറിയിച്ച സാഹചര്യത്തിൽ യുപിഎ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കപ്പെടും. 3 തവണ പുറപ്പെടുവിച്ച ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസിൽ നിന്ന് ഒടുവിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ പിന്മാറുന്നത്. യുപിഎ സർക്കാർ 2013 പാസാക്കിയ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ കാതലായ വ്യവസ്ഥകൾ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ഓർഡിനൻസ് പുതുക്കില്ലെന്ന് ഇന്നലെ റേഡിയോ അഭിസംബോധനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതോടെ പാർലമെന്റിൽ ഭേദഗതി കൊണ്ടുവരാനുള്ള വഴിയാണ് തെളിയുന്നത്. നിലവിൽ രാജ്യസഭയുടെ പരിഗണനയിലുള്ള ബിൽ സംയുക്ത സഭാസമിതിക്ക് വിട്ടിരുന്നു. സമിതിയുടെ റിപ്പോർട്ടിലെ ശുപാർശകൾ ഉൾപ്പെടുത്തി ബിൽ പരിഷ്കരിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാന പരിധിയിൽ വരുന്നതിനാൽ നടപടി വേണ്ടെന്ന് നീതി ആയോഗ് ആവശ്യപ്പെട്ടതിനാലാണ് ഓർഡിനൻസ് പുതുക്കാത്തതെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം. ഓർഡിനൻസിനൊപ്പം ലാപ്സായി പോകാതിരിക്കാൻ നിയമത്തിലെ 13 വിഷയങ്ങൾ ഉൾപ്പെടുത്തി സർക്കാർ കഴിഞ്ഞ ദിവസം പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സർക്കാർ ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനടക്കമുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണിത്. ഏതായാലും ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസ്സാകും വരെ 2013 യുപിഎ സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ നിയമമാണ് പ്രാബല്യത്തിൽ വരിക. ഭൂമി ഏറ്റെടുക്കാൻ 70 മുതൽ 80% വരെ ഉടമകളുടെ അനുമതി വേണം. സാമൂഹ്യ പ്രത്യാഘാത പഠനം നടത്തണം. കർഷകരെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിക്കാം തുടങ്ങിയ വ്യവസ്ഥകളാണ് പുനഃസ്ഥാപിക്കപ്പെടുക. റിപ്പോർട്ടർ, ദില്ലി.